ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പരാജയത്തിന് ശേഷം നമ്മൾ എന്ത് തരം റിയാക്ഷനാണോ എക്സ്പെക്റ്റ് ചെയ്തത് അത് അർട്ടറ്റ ആൻഡ് പിള്ളേർ മീറ്റ് ചെയ്തിട്ടുണ്ട്. എ 4-0 വിൻ അഗെയിൻസ്റ്റ് ലീഡ്സ്, അതും എവേ എ വെരി കൺവിൻസിങ് വിക്ടറി. റിയലി ഹാപ്പി അബൌട്ട് ദ ഓവറോൾ പെർഫോമൻസ്. 4-0 എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇച്ചിരി കൂടിപ്പോയി, ബട്ട് സ്റ്റിൽ ഒരു കൺവിൻസിങ് വിക്ടറി തന്നെയായിരുന്നു അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ. തീരെ പ്രശ്നമില്ലാത്ത ഗെയിമൊന്നും അല്ലായിരുന്നു. യെസ്, അവിടെ ഇവിടെയൊക്കെ പ്രശ്നമുണ്ട്. എക്സെപ്റ്റ് ദാറ്റ് നമ്മൾ എന്തിനെ ഇറങ്ങി തിരിച്ചോ അത് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് വാട്ട് ദിസ് ടീം ഷുഡ് ഡു ഗോയിങ് ഫോർവേഡ്. അതായത് ഒരു ടൈറ്റിൽ അടിക്കണമെങ്കിൽ ഗെറ്റ് ദ ജോബ് ഡൺ. ആ പരിപാടി വൃത്തിക്ക് അർട്ടറ്റയും പിള്ളേരും ചെയ്തിട്ടുണ്ട്. സോ ഐ എം റിയലി ഹാപ്പി അബൌട്ട് ദിസ് ടീം ഇൻ ദാറ്റ് സിനാരിയോ. അത് പറയുമ്പോഴും ഫസ്റ്റ് 20 minutes കളി കാണുമ്പോൾ ഐ വാസ് ലൈക്ക്, ഇതൊന്നും അല്ലായിരുന്നല്ലോ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്. വാമോസ്, ലെറ്റ്സ് ഗോ, ബ്രൈവായിട്ട് കളിക്കും, മാങ്ങയായിട്ട് കളിക്കും, തേങ്ങയായിട്ട് കളിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാണാനില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം ഉണ്ടായിരുന്നു. ബട്ട് അത് പറയുമ്പോഴും ലീഡ്സ് വെർ റിയലി ഗുഡ്. ഡിഫെൻസീവ്ലി നല്ല ഓർഗനൈസ്ഡ് ആയിരുന്നു. ലോ ബ്ലോക്ക് അല്ല, ബട്ട് സ്റ്റിൽ അവർ ആ ഒരു മിഡ് ബ്ലോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അവരത് ആ ഒരു മിഡിൽ നിന്ന് പെനിട്രേറ്റ് ചെയ്യാൻ അവർ തീരെ സമ്മതിച്ചില്ല. ആൻഡ് ട്രാൻസിഷൻ വരുമ്പോൾ അവർ നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ടീമിൻ്റെ ഒരു സെറ്റപ്പ് പറയുകയാണെങ്കിൽ ഗെയിം സ്റ്റാർട്ടിങ് ലൈനപ്പിൽ സാക്കി ഉണ്ടായിരുന്നെങ്കിലും ഒരു ചെറിയൊരു ഇഞ്ചുറി വന്നതുകൊണ്ട് സാക്കിക്ക് കളിക്കാൻ പറ്റിയില്ല. ആ സ്ഥാനത്ത് നോനിയാണ് കളിച്ചത്. കൈറാറ്റ് അൽമാറ്റിയുടെ ആ ഒരു എക്സ്പെരിമെൻറ്റും കൈ അറ്റ് ദ അറ്റാക്കിങ് സെൻട്രൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് എന്നുള്ള ആ ഒരു പൊസിഷൻ അത് കിങ് കൈ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഞാൻ പ്രിവ്യൂവിൽ പറഞ്ഞ ഡൗട്ട് തന്നെ റൈസും സുബർമാൻ ടീം വരുന്നു. ബാക്ക് ഫോർ അൺചേഞ്ച്ഡ്. ടിംബർ, സലീബ, ഗാബ്രിയൽ, നമ്മുടെ ഹിൻകപ്പിയെ, കാലഫിയോറി ലാസ്റ്റ് സബിൽ വരുന്നുണ്ടായിരുന്നു. ദെൻ അറ്റ് ഫ്രണ്ട് ലെഫ്റ്റ് നമ്മുടെ ട്രൊസാർഡ്, സെൻട്രൽ ഗ്യോക്കറൈസ്, റൈറ്റ് നോനി. ഇങ്ങനെയായിരുന്നു ടീം. ആൻഡ് നോനി പ്ലേഡ് റിയലി വെൽ. 2 ചാൻസ് ക്രിയേറ്റ് ചെയ്തു. വേണമെങ്കിൽ ഒരു ഓൺ ഗോൾ ക്രിയേഷൻ തന്നെ പുള്ളിയുടെ വകയാണ്. സോ ഹീ പ്ലേഡ് വെൽ. ബട്ട് എഗെയിൻ പുള്ളി ഒരു 10 ചാൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ 8 എണ്ണത്തിൻ്റെ എൻഡ് പ്രോഡക്റ്റ് ഇറ്റ്സ് വെരി പുവർ. ആ ഒരു റേഷ്യോ ഒരു 50-50 ആക്കുവാണെങ്കിൽ 10ൽ 5 എണ്ണമൊക്കെ 5 കൊള്ളത്തില്ല എന്നാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. പക്ഷേ ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ടഫായിട്ടുള്ള ടീമുമായിട്ട് കളിക്കുമ്പോൾ 10 ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. യു വിൽ ക്രിയേറ്റ് 1, 2, 3. സോ ആ 3 ചാൻസും ബെറ്റർ ആക്കാൻ ശ്രമിക്കണം. അപ്പോൾ ആ ഫസ്റ്റ് 20 minutes നമ്മൾ സ്ട്രഗിൾ ചെയ്തെങ്കിലും വി വർ ലുക്കിംഗ് ഫോർ കോർണേഴ്സ്, വി വർ ട്രൈങ് ടു വിൻ ഈ വക കോർണറും കാര്യങ്ങളും ഒക്കെ നമ്മൾ വി ആർ വിൻ. യെസ്, ദാറ്റ് നമ്മുടെ ടീമിൻ്റെ അപ്രോച്ച് അത് തന്നെയായിരുന്നു. കാരണം നമ്മുടെ എന്താ പറയുന്ന ആ ഒരു ആയുധമാണ് ഈ പറയുന്ന കോർണർ എന്ന് പറയുന്ന ആ ഒരു സാധനം. ആൻഡ് വി യൂട്ടിലൈസ്ഡ് ഇറ്റ് റിയലി വെൽ. ഫസ്റ്റ് ഗോൾ വരുന്ന കോർണറിൽ നിന്ന് തന്നെയാണ്. കോർണറിൽ നിന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നോനിയിലേക്ക് വരുന്നു. നോനിയുടെ ഒരു ക്രോസ്, സുബർമെൻഡിയുടെ ഹെഡർ. സെക്കൻഡ് ഗോൾ എഗെയിൻ നോനിയുടെ കോർണർ. അത് ഗോൾ കീപ്പറിൻ്റെ മിസ്റ്റേക്കാണ്. നമ്മളാരും ഗോൾ കീപ്പറിൻ്റെ കണ്ണ് പൊത്താനും ആരെയും പിച്ചാനും ഒന്നും പോയിട്ടില്ലേ. ഓക്കെ, അത് ഗോൾ കീപ്പർ തന്നെ അടിച്ച് കയറ്റുകയായിരുന്നു. ഓക്കെ, അപ്പോൾ സോ അങ്ങനെ 2-0 എന്ന കംഫർട്ടബിൾ ലീഡിലേക്ക് നമ്മൾ ഫസ്റ്റ് ഹാഫ് തീർക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെക്കൻഡ് ഹാഫിൽ കുറേ ചേഞ്ചസ് വരുന്നു. മാർട്ടിനെല്ലി വരുന്നു, കാലഫിയോറി വരുന്നു, കുറേ ചേഞ്ചസ്, ജേസൂസ് വരുന്നു, ഓഡഗാർഡ് വരുന്നു, ലാസ്റ്റ് എസേനെ വരെ കൊണ്ടുവരുന്നു. അതിനിടയ്ക്ക് കട്ട മഴയും. അയ്യോ ഞാൻ മഴയൊന്നും എക്സ്ക്യൂസായിട്ട്, ഞങ്ങൾ ജയിച്ച കളിയാണ്, ഞാൻ മഴയൊന്നും എക്സ്ക്യൂസായിട്ടൊന്നും പറയല്ല. അതിനിടയ്ക്ക് കട്ട ഗെയിമിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞതേ ഉള്ളൂ, ഗെയിമിൽ എന്തൊക്കെ നടന്നത്. ഓക്കെ, എന്നിട്ട് അങ്ങനെ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർട്ടിനെല്ലി ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് എന്നുള്ളൊരു ഗെയിം വരുന്നത്. അപ്പോഴും ട്രൊസാർഡുണ്ട്. മാർട്ടിനെല്ലി ഒരു അടിപൊളി ഒരു ക്രോസ് ഗ്യോക്കറൈസിലേക്ക്. ഗ്യോക്കറൈസ് അത് എ പ്രോപ്പർ സ്ട്രൈക്കർ ഫിനിഷ്, ഭയങ്കര സ്ട്രോങ് ആയിട്ട് സെൻട്രലിൽ നിൽക്കുന്നു, ഭയങ്കര ഫിസിക്കൽ എബിലിറ്റിയോടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. ആൻഡ് ഹീ കൺവേർട്ടഡ് ഇറ്റ് റിയലി നൈസ്. ഗ്യോക്കറൈസിന് വേറൊരു ചാൻസും ഫസ്റ്റ് ഹാഫിൽ കിട്ടിയായിരുന്നു. ഒരു ഓപ്പൺ പ്ലേ സെക്കൻഡ് ഹാഫിൽ കിട്ടിയായിരുന്നു. ഒരു ഓപ്പൺ പ്ലേയിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് ഒരു റണ്ണ് ഷോട്ട് എടുക്കുന്നു, പക്ഷേ അത് ഡിഫൻഡർ ബ്ലോക്ക് ചെയ്യുന്നു. സോ ഗ്യോക്കറൈസ് ആൻഡ് കൈ, ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഇറ്റ്സ് വർക്കിംഗ് ഔട്ട്. ചാമ്പ്യൻസ് ലീഗിലും വർക്കൗട്ട് ആവുന്നുണ്ട്, പ്രീമിയർ ലീഗിലും വർക്കൗട്ട് ആവുന്നുണ്ട്. ഇറ്റ്സ് വെരി ക്ലിയർ. സോ അത് വീണ്ടും എന്താണ് അപ്ലൈ ചെയ്യാവുന്ന ഒരു ടെക്നിക്ക് തന്നെയാണ്. 4th ഗോൾ എന്ന് പറയുമ്പോൾ അതിലെ ഓഡഗാർഡിൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ വിട്ടുപോയത്. ഓഡഗാർഡിൻ്റെ ഒരു ഡ്രൈവിങ് റൺ. ഓഡഗാർഡ് പ്ലേഡ് വെൽ, ഒരു ക്യാമിയോ, നല്ലൊരു ക്യാമിയോ ആയിരുന്നു ഓഡഗാർഡിൻ്റെ ഒരു ഡ്രൈവിങ് റൺ ജേസൂസിലേക്ക് ഫീഡ് ചെയ്യുന്നു. ജേസൂസ് അത്
എന്താ പറയുക, ഹീ നോസ്, ഇങ്ങനെ ബാക്കിൽ നിൽക്കുന്ന ജേസൂസ്, ഹീ നോസ് വേർ ഇസ് ദ ഗോൾ. ബാക്കിൽ നിൽക്കുന്ന ജേസൂസ് അത് കൺട്രോൾ ചെയ്ത് എന്താണ് അത് പ്ലേസ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നു. വാട്ട് എ ബ്യൂട്ടിഫുൾ ഗോൾ, ആ ഫോർത്ത് ഗോൾ. ദാറ്റ് വാസ് ദ ഐസിങ് ഓൺ ദ കേക്ക്. ദാറ്റ് റിയലി വാസ് ദ ഐസിങ് ഓൺ ദ 4-goal ഗെയിം. സോ വെരി കൺവിൻസിങ് വിക്ടറി, വെരി ഹാപ്പി, വെരി കാം, കമ്പോസ്ഡ്. 7 points clear. Now ഓവർ ടു യു മാൻ സിറ്റി. മാൻ സിറ്റി നാളെ ടോട്ടനാമിനെയാണ് കളിക്കുന്നത്. എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല ടോട്ടനം എന്തെങ്കിലും ഫേവർ ചെയ്യുമെന്ന്. അവർ മനഃപൂർവ്വം തോറ്റു കൊടുക്കാനും മടിയില്ലാത്തൊരു ക്ലാസ്ലെസ് ടീമാണ്. സോ ഐ എം നോട്ട് എക്സ്പെക്ടിങ് മച്ച് ഫ്രം ദാറ്റ് ടീം. അഗൈൻ ലെറ്റ്സ് സി. ഇപ്പോൾ ടീമിന് ജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഫാൻസിന് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ യു ഹാവ് ടു റെസ്പെക്ട് ദ ഫാൻസ്. സോ ഐ എം നോട്ട് എക്സ്പെക്ടിങ് ടോട്ടനം ഇവരെ ടോട്ടനം പഞ്ഞിക്കിടുന്ന ഒരു ടീമാണ് മാൻ സിറ്റി. ബട്ട് നാളെ അത് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബിക്കോസ് ഇറ്റ് വിൽ ബി ലൈക്ക് ഓൾമോസ്റ്റ് ഹെൽപ്പിംഗ് ആർസണൽ ടൈറ്റിലിൽ ഒരു കൈ വെക്കുന്ന പോലത്തെ ഒരു പരിപാടിയായിപ്പോൾ. സോ ഐ ഡോണ്ട് തിങ്ക്, ഐ എം നോട്ട് എക്സ്പെക്ടിങ് ദാറ്റ് അറ്റ് ഓൾ. എനിവേ, താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.